പെട്ടെന്നാണ് ദേവ് അവളുടെ കൈ പിടിച്ച് അവന്റെ ദേഹത്തേക്ക് വലിച്ചിട്ടത്. പാതി അടഞ്ഞു കിടന്നിരുന്ന അവന്റെ മിഴികൾ പൂർണ്ണമായും തുറന്നു. കാമം നിറഞ്ഞ അവന്റെ നോട്ടത്തിൽ ചാരു ഒരു നിമിഷം പതറിപ്പോയി. അവന്റെ മിഴികളിൽ നിന്നും കണ്ണെടുക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ദേവിന്റെ കൈകൾ യാന്ത്രികമായി അവളുടെ ആദരങ്ങളെ തലോടി. ചാരു അവനിൽ നിന്നും കുതറി മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല. അവൻ അവളെ മലർത്തി കിടത്തി അവളുടെ മുകളിലായി കിടന്നു. അവളുടെ നെറ്റിയിൽ പ്രണയാർദ്രമായി ചുംബിച്ചു. അവളുടെ മുഖത്തേക്ക് പാറി വന്ന മുടിയെ പതിയെ പുറകിലേക്കാക്കി. പിന്നെ അവന്റെ ചുണ്ടുകൾ നീങ്ങിയത് അവളുടെ ആദരങ്ങളിലേക്കാണ്. അവയെ ചുംബിക്കാനായി ഒരുങ്ങിയതും ദേവിന് അവന്റെ വയറിന്റെ ഉള്ളിൽ നിന്നും വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. അവൻ വേഗം തന്നെ അവിടെ നിന്നും എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് ഓടി. ഒരുപാട് ഛർദ്ദിച്ചു. അവൻ ഛർദ്ദിക്കുന്ന ശബ്ദം കേട്ട് ചാരുവും അവിടേക്ക് വന്നു. അയ്യോ, എന്തു പറ്റി? അവൾ അവന്റെ പുറം ഒഴിഞ്ഞുകൊണ്ട് ചോദിച്ചു. അത് മദ്യം ഓവറായിന്റെയാ. അവൻ മതിലിൽ ചാരി നിന്നു. അവനിട്ടിരിക്കുന്ന വസ്ത്രത്തിലെല്ലാം അതിന്റെ അവശിഷ്ടങ്ങൾ തെറിച്ചിരുന്നു. അത് കണ്ട ചാരു അവന്റെ ഷർട്ടിന്റെ ബട്ടൺസ് ഓരോന്നായി അഴിച്ച് ഷർട്ടൂരി. എല്ലാം കൊണ്ടും അവനാകെ തളർന്നിരുന്നു. ചാരു ഷവർ തുറന്നിട്ട് അവനെ അതിന് അടിയിലേക്ക് നിർത്തി. ഷവറിൽ നിന്നും ഉറ്റി വീഴുന്ന ഓരോ വെള്ളത്തുള്ളികളും അവന്റെ ഉള്ളം തണുപ്പിച്ചു. നനഞ്ഞു കുതിർന്നിരിക്കുന്ന മുടിയിഴകളെ തഴുകി പുറകിലേക്കാക്കി ദേവ് തലയുയർത്തി തന്റെ തൊട്ടു മുന്നിൽ നിൽക്കുന്ന ചാരുവിനെ നോക്കി. ഷവറിൽ നിന്നും വെള്ളം തെറിച്ച് പാതി നനഞ്ഞിരിക്കുന്ന അവളെ കണ്ടതും അവന്റെ ഉള്ളിലെ കാമം വീണ്ടും ഉണർന്നു. അവൻ അവളുടെ കൈ പിടിച്ചു വലിച്ച് അവളെയും ഷവറിനടിയിലേക്കാക്കി അവന്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി. വെള്ളത്തിന് പ്രണയത്തിന്റെ രസം ഉന്നതിയിലെത്തിക്കാൻ പറ്റുമെന്ന് തോന്നിയപ്പോഴവന് എന്നെ വിട്. ഷോ, എന്താ ഈ കാണിച്ചത്? ഞാൻ ആകെ നനഞ്ഞില്ലേ? ബഹളം വെച്ചുകൊണ്ടിരിക്കുന്ന അവളുടെ ചുണ്ടുകളിൽ അവൻ വിരൽ വെച്ചു. അവളുടെ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ച് അവളെ ഇറുകെ പുണർന്നു. കുറച്ചു സമയം അവർ അങ്ങനെ തന്നെ നിന്നു. അവന്റെ ആ പുണരൽ തീർന്നു പോകരുത് എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ചാരു. കാരണം അവൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയതു മുതൽ അവൾ അത്രമാത്രം അത് ആഗ്രഹിച്ചിട്ടുണ്ട്. അല്പനിമിഷങ്ങൾക്ക് ശേഷം ദേവ് അവളെ തിരിച്ചു നിർത്തി പതിയെ അവളുടെ പിൻകഴുത്തിൽ ചുംബിച്ചു. ആ സമയം ഇന്നവരെ അവൾക്ക് ലഭിക്കാത്ത പ്രത്യേകമായൊരു അനുഭൂതി അനുഭവപ്പെടുകയായിരുന്നു. അവളുടെ രോമകുംഭങ്ങൾ എഴുന്നേറ്റ് നിന്നു. അടിവയറ്റിൽ നിന്നും പൂമ്പാറ്റകൾ പറന്നു പോകുന്ന പോലെ തോന്നി അവൾക്ക്. അവന്റെ നാവിക അവളുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലൂടെയും ഇഴഞ്ഞു നടന്നു. അവന്റെ ഉമരി നീരിനാൽ അവളുടെ ആത്മാവിരെ നനഞ്ഞു. ഏറെ വൈകാതെ തന്നെ സുഖമേറിയ വേദനയോടെ അവളിലെ സ്ത്രീത്വം അവൻ സ്വന്തമാക്കി. രാവിലെ ദേവ് കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ ചാരു അവന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുകയായിരുന്നു. തലേ ദിവസത്തെ മദ്യത്തിന്റെ ലഹരി അവന്റെ കണ്ണുകളിലെ ഭാരം കൂട്ടി. ഇവളെന്താ ഇവിടെ കിടക്കുന്നത് എന്നോർത്ത് ദേവ് അവന്റെ ദേഹത്തു നിന്നും അവളെ അകറ്റി കിടത്തി എഴുന്നേറ്റിരുന്നു. അപ്പോഴാണ് അവളുടെ കഴുത്തിലെ ചുവന്ന പാടുകളും നഗ്നമായി കിടക്കുന്ന അവളുടെ ശരീരവും അവൻ കാണുന്നത്. ദേവ് കണ്ണുകൾ തിരുമ്മി ഒന്നുകൂടി നോക്കി. ഈശ്വര, എന്താ ഇന്നലെ സംഭവിച്ചത്? അവന്റെ ഉള്ളിലൂടെ കഴിഞ്ഞ രാത്രിയിൽ അവരുടെ പ്രണയ നിമിഷങ്ങൾ ഒരു മങ്ങലോടെ മിന്നിമറഞ്ഞു. അവൻ അങ്ങനെ അവളെ നോക്കി സ്തംഭിച്ചു നിൽക്കുമ്പോഴാണ് ചാരു ഉറക്കച്ചാടോടെ കണ്ണുകൾ തുറക്കുന്നത്. മാറിടത്തിൽ നിന്നും മാറിക്കിടന്നിരുന്ന പുതപ്പെടുത്ത് അവൾ തന്റെ ദേഹത്തേക്ക് വലിച്ചിട്ടു. അവനെ കണ്ടതും അവളുടെ മുഖത്ത് നാണത്തിൽ പൊതിഞ്ഞൊരു പുഞ്ചിരി വിടർന്നു. അവൾ ചിരിച്ചിട്ടും തിരിച്ചൊരു പ്രതികരണവുമില്ലാതെ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ദേവ്. ഹലോ, എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? അത് പിന്നെ നീ എന്താ ഇങ്ങനെ? ഞാനെന്താ ഇങ്ങനെയെന്നോ? അവളുടെ മുഖം ചുളിഞ്ഞു. ഞാനാണോ ഇതൊക്കെ ചെയ്തത്? എന്തൊക്കെ ചെയ്തതെന്ന് എന്തൊക്കെയാ നിങ്ങളെ ചോദിക്കുന്നേ? അല്ല, നിന്നെ ഇങ്ങനെയൊക്കെ. എന്റെ ദേവി, നിങ്ങൾക്കൊന്നും ഓർമ്മയില്ലേ? അപ്പോ ഒന്നും ഓർമ്മയില്ലെന്നല്ല, എന്തൊക്കെയോ മങ്ങി കാണുന്നുണ്ട്. പക്ഷേ ഞാൻ മനഃപൂർവ്വമല്ല. നിനക്ക് എന്നെ ഒന്ന് എതിർക്കാമായിരുന്നില്ലേ? ഞാനെന്തിനാ എതിർക്കുന്നേ? എന്നെ നിങ്ങൾ അത്രയും പണം മുടക്കി ഇവിടേക്ക് കൊണ്ടുവന്നത് അതിനു വേണ്ടി തന്നെയല്ലേ? പക്ഷേ നീ അറിയാതെ വന്ന് പെട്ടതല്ലേ. അതുകൊണ്ട് നിന്റെ ശരീരത്തിൽ തൊടാതെ തന്നെ നിന്നെ കൊണ്ടാക്കണമെന്ന് തീരുമാനിച്ചിരുന്നതാ ഞാൻ. അപ്പോ നിങ്ങൾക്കും നിങ്ങളുടെ ഈശോക്കും ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ ഒരു കുഞ്ഞിനെ വേണ്ടേ? അതെങ്ങനെ ലഭിക്കും? അവളുടെ ആ ചോദ്യത്തിന് മൗനമായിരുന്ന അവന്റെ മറുപടി. ചാരു അടുത്ത് കിടന്നിരുന്ന ചുരിദാർ എടുത്തിട്ടുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി. ദേവിന് വല്ലാത്തൊരു വേദന തോന്നി. എന്തോ വലിയ തെറ്റ് ചെയ്തതുപോലെ അവന്റെ മനസ്സ് അസ്വസ്ഥപ്പെട്ടു. അപ്പോഴാണ് ഇഷയുടെ കോൾ അവന്റെ ഫോണിലേക്ക് വരുന്നത്. ഹലോ, എവിടെയാത്? ഇന്നലെ ഞാൻ എത്ര തവണ വിളിച്ചു, എന്താ നീ ഫോൺ എടുക്കാതിരുന്നേ? അത് പിന്നെ ഇന്നലെ ഞാൻ. എന്താണ് നിനക്കൊരു പരിങ്ങല്? ഇന്നലെ ഞാൻ ടെൻഷൻ കയറിയപ്പോ കുറച്ചധികം മദ്യപിച്ചു പോയി. എന്തായിരുന്നു നിനക്ക് ഇത്ര ടെൻഷൻ? അതിന്റെ കാരണം അവളോട് പറയാൻ അവന് തോന്നിയില്ല. അതൊന്നുമില്ല,
നീ ഇപ്പൊ എന്തിനാ വിളിച്ചത്? അത് പറയൂ. എന്നെ കാത്തിരിപ്പ് അവസാനിക്കുക, അതറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ വിളിച്ചത്. നിന്റെ കൂടെ ജീവിക്കാൻ കൊതിയായി എനിക്ക്. ഇനിയും ക്ഷമിക്കാൻ വയ്യ. എന്താ നിന്റെ സംസാരത്തിലൊക്കെ ഒരു മാറ്റം? എന്താ നിനക്ക് അവളെ മതിയും തോന്നുന്നുണ്ടോ? ഏയ്, അങ്ങനെയൊന്നും ഇല്ല. ഞാൻ നിനക്ക് പിന്നെ വിളിക്കാം. ഇപ്പൊ എനിക്ക് ഒട്ടും വയ്യ. എന്ത് വയ്യാന്ന് പറ. എന്താ നിന്റെ പ്രശ്നം? നിന്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഒഴിവാവാൻ തീരുമാനിച്ചവളാ ഞാൻ. എന്നെ വീണ്ടും മോഹങ്ങൾ തന്നെ മോഹിപ്പിച്ചിട്ട് ഒഴിവാക്കാനാണ് പ്ലാനെങ്കിൽ പിന്നെ ഈശ ജീവനോടെ ഉണ്ടാവില്ല. അവളൊരു ഭ്രാന്തിയെ പോലെ അലറി. ഒന്ന് നിർത്തി ഈശ, എന്തൊക്കെയാ നീ പറയുന്നത്? ഇന്നലെ എനിക്കും സാനികയ്ക്കും ഇടയിൽ അത് സംഭവിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞൻ ജന്മം നൽകി അവളെ എന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി നമുക്ക് ഒരുമിക്കാം. കുറച്ചു മാസങ്ങൾ കൂടെ നീ ഒന്ന് ക്ഷമിക്ക്. അവൻ അവളെ സമാധാനിപ്പിച്ച് ഫോൺ അവസാനിപ്പിച്ചുകൊണ്ട് തിരിഞ്ഞപ്പോ അവന്റെ പുറകിൽ ചാരി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇത് തരാൻ വേണ്ടി എനിക്ക് മാറ്റാൻ എന്റെ ഡ്രസ്സ് എടുത്തപ്പോ നിങ്ങളുടേതും എടുത്തതാണ്. ഒരു ടീഷർട്ടും പാന്റും അവന് നേരെ നീട്ടിക്കൊണ്ട് ചാരു പറഞ്ഞു. സോറി, ഞാൻ അവളോട് അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എന്റെ കാര്യത്തിൽ അവൾക്ക് ഭ്രാന്താ. അത് ഞങ്ങൾ പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങിയ കാലം മുതൽക്കേ അങ്ങനെ തന്നെയാ. ഞാൻ മറ്റാരുടെങ്കിലും അടുത്ത് ഇടപഴകുന്നതോ അവളേക്കാൾ കൂടുതൽ വേറെ ആരെങ്കിലും പരിഗണിക്കുന്നതോ ഒന്നും അവൾക്ക് ഇഷ്ടമല്ല. ഒരിക്കൽ ഞാൻ എന്റെ അമ്മയെ ഒന്ന് കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു. അതിലെനിക്ക് ദേഷ്യം വന്നു. ഞാൻ നല്ല ചീത്തയും പറഞ്ഞ് പിന്നെ അവൾ വിളിച്ചിട്ടൊന്നും ഫോൺ എടുത്തില്ല. അതിന് അന്ന് അവൾ കഴിഞ്ഞ നരമ്പ് മുറിച്ച് മരിക്കാനായി ശ്രമിച്ചു. എന്റെ കൂട്ടുകാരൊക്കെ എന്നോട് പറഞ്ഞതാ ഇങ്ങനെ ഒരു പെണ്ണിന് എന്റെ ജീവിതത്തിൽ വേണ്ട എന്ന്. പക്ഷേ ഞാൻ ഓർത്തപ്പോ എന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടല്ലേ അവൾ അങ്ങനെ ചെയ്തത്. അത്രത്തോളം എന്നെ സ്നേഹിക്കുന്ന പെണ്ണിനെ എങ്ങനെയാണ് ഞാൻ ഒഴിവാക്കുക? ഇതിന് സ്നേഹം എന്നല്ല, ഭ്രാന്തെന്നാണ് പറയാ. ചാരു പതിയെ പിറുപിറുത്തു. എന്താ, എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഏയ് ഇല്ല. പിന്നെ അതിന് നിങ്ങൾ എന്നോട് സോറി പറയുകയൊന്നും വേണ്ട. ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യം തന്നെയല്ലേ ഞാൻ കേട്ടത്. ഞാൻ അതെന്റെ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു സങ്കടമില്ല. ചാരു കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടി ചീകിക്കൊണ്ട് പറഞ്ഞു. അവരുടെ മറുപടി ദേവിയിൽ നൊമ്പരമുണ്ടാക്കി. നിഷയെ സ്വന്തമാക്കാൻ എന്തെങ്കിലും ഒരു വഴിയെ അന്നവൻ ആലോചിച്ചിരുന്നുള്ളൂ. പക്ഷേ അത് വേറൊരാളുടെ ജീവിതത്തെ എത്രമാത്രം ബാധിക്കുമെന്നുള്ളത് അവൻ ചിന്തിച്ചതേയില്ല. ചാരു നൽകിയ വസ്ത്രവും കൊണ്ട് അവൻ നേരെ ബാത്റൂമിലേക്ക് പോയി. മുടി ചീകിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവരുടെ കഴുത്തിലുള്ള ചുവന്ന പാടുകൾ ചാരുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കഴിഞ്ഞ രാത്രിയിൽ പ്രണയാവേശത്തിൽ അവൻ സമ്മാനിച്ച പാടുകളെ അവൾ പതിയെ തലോടി. ചാരുവിന്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. പക്ഷേ ആ പുഞ്ചിരിക്ക് വേദനയുടെ ഭാവമായിരുന്നു. ഇനിയും അവിടെ അത് നോക്കിയിരുന്നാൽ കരഞ്ഞു പോകുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവൾ വേഗം റെഡിയായി കോളേജിൽ പോവാനായി താഴേക്കിറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും കഴിക്കാനായിരുന്നു. നീ എന്താ മോളെ മാറിയിരിക്കുന്നേ? വാ, വന്നിരിക്കേ. അല്ല ചാ, ദേവേട്ടൻ. ഓ, ഏട്ടൻ വന്നാലേ ചാരു ഇരിക്കുകയുള്ളൂ? വരത്തെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. ഭാര്യയും ഭർത്താവും ഒരുമിച്ചാ ഭക്ഷണം കഴിക്കേണ്ടത്. 2 മാസം കൂടെ കഴിഞ്ഞാൽ കല്യാണമാണ്. നീയും ഇതൊക്കെ കണ്ടു പഠിച്ചോ. ചാരു മോളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നിനക്ക് സ്വീകരിക്കാനുണ്ട് കേട്ടോ. ഓ, കേട്ടേ. പക്ഷേ ചാരുവിനെ പോലെ കുലസ്ത്രീയാവാനൊന്നും എനിക്ക് പറ്റില്ല. എന്നോട് ഇങ്ങോട്ട് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ഞാൻ തിരിച്ചും. അത് ആരോടായാലും. ഞാനും അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ വിവാഹബന്ധം എന്നേ തകർന്നു പോയേനെ. നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയാവുന്നത് കൊണ്ട് നിനക്ക് എന്നെ കുഴപ്പമുണ്ടാവില്ല. എന്നാലും പ്രണയിക്കുമ്പോഴുള്ള പോലെ ആവില്ല വിവാഹം കഴിഞ്ഞ. ഉത്തരവാദിത്തങ്ങളും മറ്റുമൊക്കെ വരുമ്പോ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ നമ്മൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ചാരു, നീ ഇങ്ങനെ ഒരുമാതിരി പുരുഷ മേധാവികളെ പോലെ സംസാരിക്കല്ലേ. നമ്മൾ മാത്രമാണ് അഡ്ജസ്റ്റ് ചെയ്യണ്ടേ. അവർക്കെന്താ അതൊന്നും ബാധകമല്ലേ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ആരെങ്കിലും ഒരാളെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ ദാമ്പത്യം മുന്നോട്ട് പോയില്ല. അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. മതി മതി, നിർത്തിക്കേ രണ്ടും. സരോജിനി ഈർഷ്യത്തോടെ മുഖം ചൊളിച്ചു. തുടരും.